وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. കുടുംബത്തെ മാത്രം ബന്ധപ്പെടുത്തിയ ഒരു ഇബാദത്ത് ഇസ്ലാമിലുണ്ട്. അതിന്റെ പേരാണ് ഹജ്ജ്. കുടുംബം മാത്രമാണ് അവിടെ. പരിശുദ്ധമായ കഅബാലയം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു കുടുംബമാണ്. ആരാണ് ആ കഅബ ഉണ്ടാക്കിയതെന്നറിയോ? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا. നബിയേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? إِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ അസ്തിവാരങ്ങൾക്ക് മീതെ കഅബയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന നേരം ഇസ്മാഈലു, പിന്നെ ആരുണ്ട് അവിടെ? ഇസ്മാഈലുമുണ്ട് അലൈഹിസ്സലാം. വാപ്പയും മകനുണ്ടാക്കിയതാ കഅബ. വാപ്പയുണ്ട്, മകനുണ്ട് അവിടെ. പരിശുദ്ധമായ സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ഇങ്ങനെ ഓടുമ്പോ അന്നൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ ഓട്ടമാണത്. എന്തിനാണ് ഓടിയതെന്നറിയോ? തന്റെ പിഞ്ചു പൈതലായ കുഞ്ഞ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് കുടിക്കാൻ പാലില്ലാതെ, വെള്ളം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, വെള്ളം തീർന്നുപോയതിന്റെ പേരിൽ അമ്മിഞ്ഞ പാലുപോലും കൊടുക്കാനില്ലാതെ വിഷമിച്ചപ്പോ ഒരിച്ചു വെള്ളം കിട്ടുമോ എന്നാലോചിച്ച് 2 മലകൾക്കിടയിൽ ഓടിയ മഹദിയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. സഫന്റെ സഈ ചെയ്യൂലേ, തവാഫ് കഴിഞ്ഞിട്ട് സഈ ചെയ്യുമ്പോ ഇങ്ങനെ ഈ ഒരു ഇടത്താണെന്നൊരിക്കൽ ഉമ്മയായ ഹാജർ ബീവി പിഞ്ചു പൈതലിനെ ഓർത്ത് ഓടിയത്. സഈ ചെയ്യുമ്പോ കുറച്ച് സ്ഥലത്ത് പച്ചലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ മരത്തുമ കണ്ടില്ലേ ഒരു പച്ചലൈറ്റ്? കണ്ണിന് ഭയങ്കര മധുരം തരുന്ന, കണ്ണിന് ആനന്ദം തരുന്ന നിറം പച്ച നിറമാണ്. അത് സയന്റിസ്റ്റുകൾ തെളിയിക്കുന്ന വിഷയമാണ്. അത് ലീഗായതുകൊണ്ടാന്ന് പറയരുത്. അത് കണ്ണിന് അള്ളാഹു ഏറ്റവും അപ്പീലിംഗ് ആയി, കണ്ണിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അള്ളാഹു വെച്ച നിറം വെള്ളല്ല, ഏതാ? പച്ച നിറമാണ്. ഈ ലോകത്തിന് അങ്ങനെയല്ലേ? ഇലക്ക നമുക്ക് ചോപ്പാക്കാൻ പറ്റുമോ? ഇലക്ക പച്ചനല്ലേ? അവിടെ ഒരു പച്ച നിറം ചാർത്തിയിട്ടുണ്ട്. സഈ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പച്ച ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നാ? പുരുഷന്മാർ ഒന്ന് ധൃതി പിടിച്ച് റംല് ചെയ്യണമെന്ന് പറയും. ഒന്ന് ധൃതി പിടിച്ച് നടക്കണം. ഓടല്ല, ധൃതി പിടിച്ച് നടക്കണം. പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാനും പാടില്ല. അവർ സാധാരണ നടക്കാനേ പാടുള്ളൂ. പെണ്ണുങ്ങളോട് ഓടാൻ നിൽക്കും. പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ല അത്. പുരുഷന്മാർ ധൃതി പിടിച്ച്. എന്തെന്നറിയോ? ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് കഅബയുടെ തൊട്ടു മുമ്പിൽ കിടത്തിപ്പോന്ന പിഞ്ചു പൈതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കരച്ചില് കാതിൽ ഇങ്ങനെ കേൾക്കുന്ന സ്ഥലമായിരുന്നു അത്. ആ കരച്ചില് കേൾക്കുമ്പോ പടച്ചവനെ, വെള്ളം കിട്ടാതെ എന്റെ കുഞ്ഞു മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്ന് നടന്നിരുന്ന പ്രദേശത്താണ് പച്ച ലൈറ്റ് വെച്ചിട്ടുള്ളത്. അടങ്ങനെ ഓടുമ്പോ ഒരു ഉമ്മാക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം, നമ്മുടെ ഉമ്മമാർ എത്ര സ്നേഹിച്ചിട്ടുണ്ട് നമ്മെ വളർത്തിയെടുക്കാനെന്ന്. ഹജ്ജ് കഴിഞ്ഞു വരുന്ന മനുഷ്യൻ, ഉംറ കഴിഞ്ഞു വരുന്ന മനുഷ്യന് പിന്നെ ഉമ്മയോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉംറ കഴിഞ്ഞു വന്നാൽ ഉമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെ ഒരു ഉമ്മ നടന്ന നടത്തമല്ലേ സഈ. സംസം കുടിക്കുന്നുണ്ട്, നമ്മുടെ സംസം കുടിക്കുന്നുണ്ട്. ആ പിഞ്ചു പൈതലിന്റെ കാലിന്റെ അടിയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൊണ്ട് കോരിയെടുത്തതല്ലയോ സംസം. സംസം ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞ്, സഫാ മർവ ചിന്തിക്കുമ്പോൾ ഒരു ഉമ്മ, കഅബാലയം കാണുമ്പോൾ ഒരു വാപ്പയും മകനും. അതാണ് ഹജ്ജ്. കുടുംബത്തെ പഠിപ്പിക്കുകയാണ് അല്ലാഹു. കുടുംബത്തെ പഠിപ്പിക്കുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, എന്റെ കുടുംബത്തെ ഞാൻ എന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനുണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം. കുട്ടിയാണ്, ചെറിയ പൈതലാണ്. അല്ലാഹുവേ, അവര് താമസിക്കുന്ന ഇടത്ത് വൃക്ഷങ്ങളില്ല, സസ്യലതാദികളില്ല, വെള്ളമില്ല, മനുഷ്യരില്ല.
فجعل أفئدة من الناس تهوي إليهم അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സുകളൊക്കെയും അങ്ങോട്ടാക്കി കൊടുക്കണേ പടച്ചവനെ. വറസുഖുഹും മിനസ് സമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ അവർക്ക് ഭക്ഷിക്കാനുള്ളത് നീ കൊടുക്കണേ അല്ലാഹ്. സംസങ്ങനെ കാണുമ്പോൾ ഒരു വാപ്പ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് ആ കാണുന്നത്. അവർ ഉപേക്ഷിച്ചു പോവല്ലേ, ഫലസ്തീനിൽ നിന്ന് കൊണ്ടുവന്നു, 3000 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നു, മക്കയുടെ അരികത്താക്കിയിട്ട് തിരിച്ചുപോയി ഇബ്രാഹിം നബി. അപ്പ ചെയ്ത ദുആയ, റബ്ബേ ഇവിടെ വെള്ളമില്ല, കിണറില്ല, ഇവിടെ ആരൊരു മനുഷ്യന്റെ അടുത്ത് അയൽപക്കത്ത് ചെന്ന് ചോദിക്കണമെങ്കിൽ അയൽപക്കക്കാർ വേണ്ടേ, അവരില്ല, റബ്ബേ ഇവരെ നീ നോക്കണം കേട്ടോ. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ചെയ്ത മറുപടിയാണ് സംസം. സംസം വെള്ളം കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വാപ്പയുടെ ദുആഇന് ഉത്തരമുണ്ടെന്ന മസ്അലയാണ്. ഇങ്ങനെ എന്റെ വാപ്പ ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും. എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, വാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുടിക്കുന്ന സംസം അതൊരു പിതാവിന്റെ പ്രാർത്ഥനയാണ്, മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയാണത്. കുടുംബാണ്. മുസ്ദലിഫയും മിനായും അറഫയും കാണുമ്പോ, അവിടെ മിനായിൽ കല്ലെറിയുന്ന ജമറാത്തുകൾ കാണുമ്പോ, അവിടെയാണ് അന്നൊരിക്കൽ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പൊന്നുമോനെ ഉദ്ഹിയത്ത് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ പിശാച് ഡിസ്ട്രാക്ട് ചെയ്തത്, പിശാച് തടസ്സപ്പെടുത്തിയത്, അവിടെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സബ്ഉ ഹസയാത്തിൻ ചെറിയ കൊച്ചു കൊച്ചു കല്ലുകൾ എടുത്തുകൊണ്ട് എറിയുന്നത്. എന്താണ് ഏറെന്നറിയുമോ? എന്താണ് ഈ കഥ? മോനെ ഇസ്മായിലേ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഫലമ്മാ ബലഗ മഅഹു സഅയ. വാപ്പയോടുകൂടെ പൊന്നുപോന് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ അല്ലാഹു പറയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ, വാപ്പയോടുകൂടെ. ഗൾഫുകാർ ആലോചിക്കണം, വാപ്പയുടെ കൂടെയാണ് മക്കൾ വളരേണ്ടത്, വാപ്പയുടെ കൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. ഫലമ്മാ ബലഗ മഅഹു സഅയ, മഅഹു ഒറ്റ വാക്കേ ഉള്ളൂ. ഗൾഫുകാർക്ക് മറുപടി വേറെ ഒന്നുകൂടെ ഇതിൽ പഠിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കുഞ്ഞിനെ അറുക്കാനുള്ള അള്ളാഹുവിന്റെ കമാൻഡ് വന്നപ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരാണ്? ഇതാമ്മ പോക്കരാക്കാന്ന് പറഞ്ഞ കഥല്ലേ, മലപ്പുറത്തൊക്കെ ഉസ്താദ്മാര് പറയാറുണ്ട്. അങ്ങനെ ഇസ്മായിൽ നബി ചോദിച്ചിട്ടില്ല. ഇങ്ങനെ എന്റെ വാപ്പയാണോ ഇത്? ഇത് ആരായി വന്നത്? കൊച്ചുകുട്ടിയായപ്പോ അവിടെ ആക്കി തിരിച്ചുപോയി, ഒരു ദിവസം പോലും നിന്നിട്ടില്ല അന്ന്. പിന്നെ തിരിച്ചു വരാ വർഷങ്ങൾക്ക് ശേഷം. ആ വർഷങ്ങളുടെ ഗ്യാപ്പുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല, ഉമ്മ ഈ മനുഷ്യനെന്റെ വാപ്പയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പ, 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ, എന്തെങ്കിലും ഡോക്യുമെന്റുകളുടെ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ കടന്ന് 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ, ആ വാപ്പയെ കാണുമ്പോൾ കൊച്ചുമക്കൾ ചോദിക്കൂല, ഇത് ആരാ ഉമ്മായി വന്നത്, എന്റെ വാപ്പന്നെയാണോ? ഗൾഫുകാരൊക്കെ വന്നാ കുട്ടികൾ കിടക്കാൻ വിടൂല എന്നാ, ഉമ്മാന്റെ കൂടെ കിടന്നിട്ട് ഇന്നിപ്പോ വേറൊരാളൊപ്പം കിടക്കുന്നത്. കുട്ടികൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത എത്ര പുതിയാപ്പിള്ളേരുണ്ട് ഇല്ലേ? ആദ്യത്തെ ഒരു 2 ആഴ്ച പിന്നെ വേറെ കിടക്കണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും? കുട്ടി കിടക്കാൻ വിടണ്ടേ കുട്ടിന്റെ ഉമ്മാന്റെ കൂടെ? കുട്ടിക്കറിയില്ല ഈ മനുഷ്യൻ ആരാണ്. ഇങ്ങനെ ഒരു സംഭവം ഹാജർ ബീവിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഹാജർ ബീവി സ്വന്തം ഭർത്താവ് കുഞ്ഞിന്റെ വാപ്പ ഫലസ്തീനിൽ ജീവിച്ചപ്പോഴും മഹാനായ കൊച്ചു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വാപ്പയെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. മോനെ, നിനക്കൊരു വാപ്പയുണ്ട്, വാപ്പ ഇങ്ങനെയാണ്, അല്ലാഹുവിന്റെ നബിയാണ്, വാപ്പ താമസിക്കുന്ന എവിടെയാണ് മോനെ, വാപ്പ ഇവിടെ കാണാൻ വരും കേട്ടോ, അല്ലാഹുവിന്റെ നബിയാണ്, വാപ്പ അല്ലാഹു പറഞ്ഞത് കേട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ കുട്ടിക്ക് എപ്പോഴും ഹാജർ ബീവി പറഞ്ഞു കൊടുത്തതിന്റെ ഫലമാണ് ഇബ്രാഹിം നബിയെ കണ്ടപ്പോ കുട്ടി അപരിചിതത്വം കാണിക്കാതിരുന്നത്. വാപ്പല്ലാന്ന് വിചാരിച്ച് കുട്ടികളെ കയറൂരി വിടുകയല്ല, വാപ്പയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ ബീവി. ഉമ്മയെ പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ അവിടെ വരാനുണ്ട് മോനെ, വാപ്പ നീ കണ്ടിട്ടില്ല.
അങ്ങനെ ഒരു വാപ്പയെ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മയുടെ ചരിത്രമാണ് ഹജ്ജ്.